വിശദമായ വാർത്തകളിലേക്ക്. കുട്ടികളെ പുകവലിയിൽ നിന്നും മദ്യപാനത്തിൽ നിന്നും മോചിപ്പിക്കാനാണ് എക്സൈസ് വകുപ്പ് ശ്രമിക്കുന്നതെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം. രാജേഷ്. കുട്ടികൾ കൂട്ടുകൂടുന്നതും പുകവലിക്കുന്നതും മഹാ അപരാധമാണെന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും മന്ത്രി എം. രാജേഷ് കൂട്ടിച്ചേർത്തു. പുകവലിയൊരു ദുശ്ശീലാണല്ലോ. പുകവലി, മദ്യപാനം ഇതൊക്കെ ദുശ്ശീലങ്ങളാണ്. അപ്പോൾ കുട്ടികളെ അതിൽ നിന്ന് മോചിപ്പിക്കാനാണ് ഇപ്പോൾ എക്സൈസ് വകുപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ആ സമയത്ത് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നത് ഞാൻ കേട്ടില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഞാൻ കേട്ടില്ല. ഞാൻ എക്സൈസ് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഇത്തരം ദുശ്ശീലങ്ങൾക്കെതിരായിട്ടുള്ള ബോധവൽക്കരണം കൂടിയാണ്. പെരിയ കൊലപാതക കേസുകളിൽ മാധ്യമങ്ങൾ ഇടപെടുന്നത് സെലക്റ്റീവായാണെന്നും മന്ത്രി എം. രാജേഷ് പാലക്കാട് പറഞ്ഞു. മദ്യപാനവും പുകവലിയും ദുശീലമാണ്. കുട്ടികളെ മദ്യപാനത്തിൽ നിന്നും പുകവലിയിൽ നിന്നും മോചിപ്പിക്കാനാണ് എക്സൈസ് വകുപ്പ് ശ്രമിക്കുന്നത്. സംസ്ഥാനത്തെ 19 മാലിന്യക്കോനുകൾ നീക്കം ചെയ്തതിലൂടെ ഏക്കർ കണക്കിന് സ്ഥലം തിരിച്ചുപിടിച്ചു. മാലിന്യ നീക്കം, സംസ്കരണം എന്നിവയ്ക്കായുള്ള ആധുനിക സംവിധാനം അടുത്ത കാലത്ത് തന്നെ പ്രവർത്തനം ആരംഭിക്കും. CPM പ്രവർത്തകരുടെ കൊലപാതകത്തിൽ കാണാത്ത ചോദ്യങ്ങളുമായാണ് പെരിയ കേസിൽ മാധ്യമങ്ങൾ ഇടപെടുന്നത്. സെലക്റ്റീവായ ചോദ്യങ്ങൾ സെലക്റ്റീവായി ഉത്തരം പറയാനുള്ള അവകാശമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നിങ്ങൾ എന്നോട് ഷിബിൻ കേസിൽ മുസ്ലിം ലീഗുകാർ ശിക്ഷിക്കപ്പെട്ടതിനെക്കുറിച്ച് ഇതുപോലെ പ്രതികരണം ചോദിച്ചിരുന്നെങ്കിൽ ഈ ചോദിക്കുന്നത് ന്യായമായിട്ട് നമുക്ക് കണക്കാക്കാമായിരുന്നു. അപ്പോൾ നിങ്ങൾ സെലക്റ്റീവായിട്ടാണ് ഇതിനെ കാണുന്നത്. നിങ്ങൾക്കൊരു അജണ്ടയുണ്ട്. നിങ്ങൾക്ക് ആളുകൾ കൊല്ലപ്പെടുന്നതിൽ പോലും അത്തരമൊരു പക്ഷപാതപരമായ സമീപനം സ്വീകരിക്കാറുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ വരുമ്പോൾ ഞാൻ സെലക്റ്റീവായിട്ട് മറുപടി പറയാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. നിങ്ങൾക്ക് സെലക്റ്റീവായി ചോദിക്കാനുള്ള അവകാശം ഉണ്ടെങ്കിൽ എനിക്ക് സെലക്റ്റീവായിട്ട് മറുപടി പറയാനുള്ള അവകാശം അനുവദിച്ചു തരണം. പ്രതിഭ MLAയുടെ മകൻ കഞ്ചാവുമായി പിടിയിലായതുമായി ബന്ധപ്പെട്ടായിരുന്നു ആലപ്പുഴയിൽ മന്ത്രി സജി ചെറിയാൻ വിവാദ പ്രസംഗം നടത്തിയത്. UTV ന്യൂസ്, പാലക്കാട്.